കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് സമയത്ത് കോഴിക്കോട് പുള്ളാവൂർ പുഴയിൽ അർജന്റീനൻ ആരാധകർ സ്ഥാപിച്ച ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത്തവണ കട്ടൗട്ട് യുദ്ധത്തിന് തുടക്കം ഇടുക്കി കുളമാവ് വടക്കേപ്പുഴ ചെക്ക് ഡാമിലാണെന്ന് മാത്രം. നിലവിൽ മെസ്സിയുടെ കട്ടൗട്ട് മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ. വൈകാതെ മറ്റ് ടീമുകളും ആരാധകരും പുതിയ കട്ടൗട്ടുകളുമായി വരാൻ സാധ്യതയുണ്ട്. നാടെങ്ങും ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. നമ്മളിപ്പോൾ കണ്ടത് കുളമാവ് വടക്കേപ്പുഴ ചെക്ക് ഡാമിൽ സ്ഥാപിച്ചിട്ടുള്ള മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടാണ്. നമ്മൾ കഴിഞ്ഞ തവണ ലോകകപ്പ് നടക്കുന്ന സമയത്ത് കോഴിക്കോട് പല സ്ഥലങ്ങളിലായിട്ട് മെസ്സിയുടെയും അതുപോലെ തന്നെ റൊണാൾഡോയുടെയും നെയ്മറിന്റെ ഒക്കെ കട്ടൗട്ടുകൾ മത്സരിച്ച ആളുകൾ വെക്കുന്ന കണ്ടതാണ്. ഇത്തവണ ഈ മെസ്സിയുടെ കട്ടൗട്ട് വെച്ച ടീമുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇത്തവണ നിങ്ങൾ ഈ വടക്കേപ്പുഴയിൽ കൊണ്ടുവെക്കാൻ ഒരു കാര്യം ഉണ്ടായത്? കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടി മാത്രം വെച്ചേ, ഫ്ലാഗ് മാത്രമായിരുന്നു വെച്ചേ. പക്ഷേ ഈ തവണ എന്നാൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾ ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് ഓൾറെഡി ഒരെണ്ണം അടിച്ചിരിക്കുകയാണ്. ഈ തവണ അടിക്കും എന്നുള്ള പ്രതീക്ഷയല്ല, ഇത്തവണ അടിക്കും, അത് തൂക്കും. അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്തായാലും വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം എന്നോർത്താണ് ഞങ്ങൾ അത് ചെയ്തത്. വലിയ ആരാധകരാണ് നിങ്ങൾ? പിന്നെ വലിയ ആരാധകർ. അപ്പം ഇവര് വലിയ ആരാധകരാണ്. കഴിഞ്ഞ തവണയൊക്കെ കൊടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്തവണ ഒരു പടി കൂടി കടന്ന് കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ മത്സരമൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ കട്ടൗട്ട് ഇത്തവണ സ്ഥാപിക്കാൻ നീക്കം വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു വലിപ്പക്കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും വലിപ്പത്തിന്റെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞു? ആദ്യം ഞങ്ങൾ 8 അടിയുടെ വെച്ച് അത് അവിടെ ഇരിപ്പുണ്ട്. അത് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു ഞങ്ങളോട് ആ കുള്ളിയല്ല അയ്യ ഇത്രയും ചെറുതാണ് വെച്ചാൽ ഞങ്ങൾ അടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഈഗോ അടിച്ചു. ആ ഈഗോയുടെ പുറത്താണ് 24 അടിയുടെ സാധനം ഇപ്പോൾ അവിടെ കയറിയേക്കുന്നത്. എന്നാലും ഇവിടെ ഒരു മത്സരബുദ്ധി ഉദിച്ചിട്ടുണ്ട് ആളുകളില്. ഇനി ബ്രസീൽ ആരാധകർ കൂടി ഇവിടെ ഉണ്ട്. ഇവർ പറഞ്ഞത് ബ്രസീൽ ആരാധകരുടെ കണ്ണീരാണ് ഇപ്പോൾ പെയ്യുന്ന മഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രസീൽ ആരാധകൻ ഒരാൾ മാത്രമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അടുത്ത ദിവസം ബ്രസീലിന്റെ ഒരു ഇവിടെ അതിന്റെ പുറകെ പോകും, അടുത്ത കട്ടോട്ട് പോകും. ഇതിനേക്കാൾ വലുത് ഉറപ്പായിട്ടും 100%. വിവാ ബ്രസീൽ. എന്തായാലും നെയ്മറിന്റെ ഉൾപ്പെടെ കട്ടൗട്ട് അവിടെ പൊങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ്. ആവേശം ഇനി ഫുട്ബോൾ ലോകകപ്പ് തീരുന്ന ദിവസം വരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.